ടൈം വേസ്റ്റഡ് എൻജോയിങ് ഈസ് നോട്ട് എ വേസ്റ്റ് എന്ന് പറയും. എപ്പോഴും ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെ ചോദിക്കരുത്. ഇതിപ്പോ ഞാൻ ഈ ഹെയർ സ്റ്റൈലിന് ഒരു പേരുണ്ട്. മുനി അല്ല, മാമുനി, ചൈനീസ് നെയിം ആണ്. വാട്ട്സ് ദാറ്റ്? കുങ്ഫു മദമോസ്ലെ. സാത്താനെ, ഞാൻ ദൈവത്തിന്റെ നാമത്തിൽ നിന്നോട് പറയുന്നു, ദൂരേക്ക് ഓടിപ്പോവുക എന്ന് പറഞ്ഞത് കേട്ടോടുകൂടി വല്യപ്പച്ചൻ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് പോയി. അപ്പൊ അച്ഛൻ പറഞ്ഞു, ആ സാത്താനോടല്ല പറഞ്ഞത്, നിന്റെ ശരീരത്തിലുള്ള സാത്താനോടാണ് പറഞ്ഞത്. സ്വരം പോയതെന്താ പ്രഭാകര, ശാസ്ത്രീയ സംഗീത ഗായക. Once upon a time, once upon a time, once upon a time, once upon a time. നമസ്കാരം, എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം. ഇത് ഫൺസ് അപ്പോൺ എ ടൈം സീസൺ 4 സ്റ്റാൻഡ് അപ്പ് ഫോർ ഗേൾസ്, മലയാളത്തിലെ ആദ്യത്തെ സ്റ്റാൻഡ് അപ്പ് കോമഡി ഷോ. നമ്മൾ പലപ്പോഴും പാഴാക്കി കളയുന്ന നിമിഷങ്ങളൊന്നും തന്നെ നമ്മളിലേക്ക് തിരികെ വരാറില്ല. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് കൃത്യമായി തന്നെ ചെയ്യുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താന്ന് വെച്ചാൽ റിലാക്സ്ഡ് ആയിട്ട് ഇരുന്നോണ്ട് നമ്മുടെ ഷോ വാച്ച് ചെയ്ത് എൻജോയ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഇന്നത്തെ എപ്പിസോഡിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ജഡ്ജസിനെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം രമേശ് പിഷാരടി ആൻഡ് രചന നാരായണൻകുട്ടി. രചന, ഹാർട്ടി വെൽക്കം ടു ഷോ. ഈ ഇപ്പം ഡയാന തുടക്കത്തിൽ പറഞ്ഞല്ലോ, സമയം പാഴാക്കി കളയുന്നത് നമുക്ക് തിരിച്ചു കിട്ടൂല. ഉപയോഗിച്ചാലും തിരിച്ചു കിട്ടൂല, തിരിച്ചു കിട്ടുന്നില്ല. സമയം പോകുന്നത് നമുക്ക് തിരിച്ചു കിട്ടാൻ ഒരു വഴിയുമില്ല. ആകെയുള്ള സന്തോഷം നമ്മൾ ആ ഉപയോഗിച്ചതിനെ നമുക്ക് നാളുകളിലേക്ക് വീണ്ടും ഉപയോഗിക്കാനുള്ള എന്തെങ്കിലും ആക്കി മാറ്റി വെക്കാൻ പറ്റും എന്നുള്ളത്. പാഴാക്കിയതിനെ ഒരു രീതിയിലും തിരിച്ചു പിടിക്കാൻ പറ്റില്ല. അങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മൾ ടൈം വേസ്റ്റഡ് എൻജോയിങ് ഈസ് നോട്ട് എ വേസ്റ്റ് എന്ന് പറയും. എപ്പോഴും ഇംഗ്ലീഷ് ടീച്ചർ അങ്ങനെ ചോദിക്കരുത്. ഇതിപ്പോ ഞാൻ അതെ, സന്തോഷിക്കാൻ വേണ്ടി മാറ്റി വെച്ച സമയം ഒരു നഷ്ടമല്ല. അത്രേ ഉള്ളൂ. അപ്പൊ സന്തോഷിക്കുക എന്ന് പറയുന്ന ഒരു വലിയ അസറ്റാണ്. നീ ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ ഈ പരിപാടി കാണാൻ തയ്യാറായിരിക്കുന്ന ആളുകൾക്ക് ഏറ്റവും നല്ല സന്തോഷം ചിരിയുടെ രൂപത്തിൽ കൊടുക്കാൻ ഇന്നത്തെ രണ്ട് മത്സരാർത്ഥികളെയും കഴിയട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുന്നു. ഞാനുണ്ടല്ലോ, നമ്മുടെ ഈ പ്രോഗ്രാമിന് വന്നതിന് ശേഷം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ സ്വയം ഒന്ന് വിലയിരുത്തായിരുന്നു, എന്താണ് എനിക്ക് ഉണ്ടായിട്ടുള്ള ഗ്രോത്ത് എന്നുള്ളത്. അതെ, കാരണം വിഷുവിന്റെ കൂടെ ഒക്കെ ആണല്ലോ ഇരിക്കണേ. എന്നെ എന്നും തളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ള ഒരേ ഉദ്ദേശത്തോടു കൂടിയിട്ടാണ്. അല്ല, അത് ചുമ്മാ തോന്നാണ്. അതായത് രചന തന്നെ പറഞ്ഞത് ഒരു കോൺട്രാഡിക്ടറി സ്റ്റേറ്റ്മെന്റ് ആണ്. ഞാൻ എന്റെ ഗ്രോത്ത് പരിശോധിക്കുന്നു, എന്നെ തളർത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല. അതായത് എന്തായാലും എന്റെ റിസൾട്ട് ഗ്രോത്ത് ആണ്. അല്ലെങ്കിൽ ഗ്രോത്ത് അല്ലല്ലോ പരിശോധിക്കുന്നത്, തളർച്ചയല്ലേ പരിശോധിക്കാൻ പറ്റുള്ളൂ. ആ തളർച്ചയിൽ നിന്നുമൊക്കെ എന്റെ ഹാപ്പി ഹോർമോൺസ് കൂടി എന്നുള്ളത് സത്യമാണ്. അത് സയന്റിഫിക്കലി പ്രൂവ്ഡ് ആണ് എന്നുള്ളത് എന്റെ ഹെൽത്ത് ചെക്കപ്പിന് എനിക്ക് കിട്ടിയ ഒരു വലിയ പ്ലസ് പോയിന്റ് ആണ്. അതെ, നിങ്ങൾ പറയണതൊക്കെ ഞാൻ കേട്ടു. ഞാനും ഈ ഇടയ്ക്ക് ഹാപ്പി ഹോർമോൺ പരിശോധിച്ചതാ. അവിടെ മരത്തിലൊരു ബോർഡ് കണ്ടു, രക്തം, കഫം, മലമൂത്രം, ഹാപ്പി ഹോർമോൺ പരിശോധിക്കുന്നു. അതെ അതെ അതെ, അത് രചനയുടെ വീടിന്റെ അടുത്തല്ലേ, അവിടെ തന്നെ ഞാനും കൊണ്ട് പരിശോധിച്ചേ. എന്നിട്ട് ഞാൻ ഹാപ്പി ഹോർമോൺ പരിശോധിച്ച് പിറ്റേ ദിവസം റിസൾട്ട് നോക്കി കഴിഞ്ഞപ്പോ ഹാപ്പി ഹോർമോൺ ഇല്ല, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതെല്ലാം കൂടുതലുണ്ട്. ഇത് കൂട്ടാൻ നിൽക്കാണ്ട് നിങ്ങൾ ഇവിടെ വന്നിരിക്കാനാണ് ഏറ്റവും നല്ലത്. ശരിയാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ ജഡ്ജസിനെ അവരുടെ സീറ്റുകളിലേക്ക് നമുക്ക് അനയിക്കാം. യെസ് പ്ലീസ്. അപ്പൊ നമ്മുടെ എപ്പിസോഡിന്റെ ഹാപ്പി ഹോർമോൺസിന്റെ ലെവൽ കൂട്ടണമെങ്കിൽ മത്സരാർത്ഥികൾ എത്തണം. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. ലെറ്റ്സ് വെൽക്കം മേനുപ്രിയ ആൻഡ് കാതറിൻ. സൂപ്പർ. നമ്മുടെ ഫൺസ് അപ്പോൺ എ ടൈമിന്റെ 2 തങ്കക്കുടങ്ങൾ ഇന്ന് നിങ്ങൾ ഒരുമിച്ച് ഇതുവരെ മത്സരിച്ചിട്ടില്ലല്ലോ. ഇത് ഫസ്റ്റ് ടൈം ആണല്ലേ? എനിക്ക് മീനുപ്രിയയുടെ ഹെയർ സ്റ്റൈൽ വല്ലാതെ ഇഷ്ടപ്പെട്ടു, ഗംഭീരമായിരിക്കുന്നു. ഈ ഹെയർ സ്റ്റൈലിന് ഒരു പേരുണ്ട്. ഇതിനോ? അതെ. മുനി അല്ല, മാമുനി, നോ, ഋഷിശൃംഗൻ. ചൈനീസ് നെയിം ആണ്. ചൈനീസ് പേരാണ്. വാട്ട്സ് ദാറ്റ്? കുങ്ഫു മദമോസ്ലെ. വാട്ട്? കുങ്ഫു മദമോസ്ലെ. കുങ്ഫു മദമോസ്ലെ.
കുങ്ഫു മദമോസ്ലേ കുങ്ഫു മദമോസ്ലെ എന്ന് പറയും. അല്ല ഈ ഋഷ്യശൃംഖല തലയിലും ഉണ്ടല്ലോ. ഇല്ല ഞാനിവിടെ വന്നപ്പോ തൊട്ട് കമന്റ്സ് ആയിരുന്നു, ചൈനക്കാരിയാണോ ഇതിൽ, ഇനി പൂ വെക്കോ, എന്താണ് മറ്റേ രുദ്രാക്ഷ വെക്കോ? അല്ല, ഇങ്ങനെ കെട്ടാനുള്ള ചെയ്തോ വികാരം എന്താണ്? സ്റ്റൈൽ അല്ലേ ചേച്ചി? ഇവിടെ അങ്ങനെ സ്റ്റൈലാക്കിയിട്ടുണ്ട്. ഇവിടെ നോക്കും പൂവൊക്കെ വെച്ച്. പോയിട്ട് വരികയാണ്, കല്യാണത്തിന് പോയിട്ട് വരുന്ന വഴിയാ ഇന്നത്തെ ഷൂട്ടിൽ വന്നേക്കുന്നതോ? എന്തല്ലേ ഇതിങ്ങനെ സത്രം പോലെ തുറന്നിട്ടേക്കാണ്. കല്യാണത്തിന് പോയിട്ട് വരുന്നവര്, സിനിമയ്ക്ക് പോയിട്ട് വരുന്നവരൊക്കെ കേറി നർമ്മം പറഞ്ഞിട്ട് പോകണം. ആരുടെ കല്യാണമായിരുന്നു? കസിന്റെ. അപ്പൊ ഈ കല്യാണത്തിന് പോയിട്ട് വരുമ്പം നമുക്കൊരു 2 കാവർത്തതോ, ഒരു പഴവോ, ഒരു പപ്പടമോ, ഒരു ഗ്ലാസ് പായസം, ഒരു നാരങ്ങയോ, ഒരു ചെണ്ടുമല്ലിയോ എന്തെങ്കിലും കൊണ്ടുവരാനുള്ള ഒരു മര്യാദ എന്തുകൊണ്ട് കാണിച്ചില്ല? ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട്. ഉറപ്പാണേ. ഞാൻ പണ്ട് കല്യാണത്തിന് പോയ സമയത്തുണ്ടല്ല, എന്റെ എല്ലാ മുണ്ടുമേ ഈ കൂട്ടാഞ്ചാറ് വീഴും. അപ്പൊ അങ്ങനെ ഒരു കല്യാണത്തിന് പോയ സമയത്ത് പിഷാരടി ഉണ്ടായിരുന്നു അവിടെ. അപ്പൊ പിഷാരടിയും ഞാനും കൂടി ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഈ ഇല മടക്കണ സമയത്ത് നമ്മൾ ഈ ഇല അങ്ങോട്ട് മടക്കി. അപ്പൊ പിഷാരടി പറഞ്ഞു അങ്ങടെ ഇല മടക്കരുത്, അങ്ങടെ ഇല മടക്കി കഴിഞ്ഞാൽ ഈ സദ്യ നമുക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് എൻ്റെ. അപ്പൊ അതുകൊണ്ട് ഇല ഇങ്ങോട്ട് മടക്കണം, സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് മടക്കണം. ഞാൻ അതനുസരിച്ച് ഇങ്ങോട്ട് മടക്കി ആ കൂട്ടാഞ്ചാറ് എൻ്റെ മുണ്ടയിൽ പിന്നെയും വേണം. അപ്പൊ നമുക്ക് എപ്പോ തരും ഗിഫ്റ്റ്? എന്നാ അതൊക്കെ കഴിഞ്ഞിട്ട് മതി പരിപാടി, ഷൂട്ടിംഗ് ഒക്കെ. പാറ്റകൾ എന്ന ബുക്കിന്റെ കൺഗ്രാറ്റ്സ്, ഹാർട്ടി കൺഗ്രാറ്റുലേഷൻസ് ടീച്ചറെ. ഇയാൻ പാറ്റകൾ എന്ന് പറയുന്ന ബുക്കിന്റെ ഒരു കോപ്പിയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കല്യാണ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പപ്പടം കിട്ടും എന്ന് പറഞ്ഞ് കരുതിയത് രചന നാരായണൻകുട്ടിക്ക് മാറിയിരുന്ന് കരയാനുള്ള അവസരം ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഒരുക്കി കൊടുക്കേണ്ടതാണ്. ടീച്ചർ ഇത് എത്ര നാളുണ്ടാ എഴുതിയത്? കവിതകൾ മുമ്പ് എഴുതി വെച്ച കവിതകളാണ്. കാതറിൻ ടീച്ചർ രചിച്ച ഒരു കവിത രണ്ടുപേരും ഞാനങ്ങ് ആലോചിച്ചാൽ എങ്ങനെ ഉണ്ടാവും? ഇത് താത്തയുടെ പൂർവ്വകാലത്തെ പറ്റിയുള്ളൊരു കവിതയാണ്. അല്ല, ലഹരിയുടെ സ്വന്തം നാട്. ലഹരിക്കടിമയായി മലയാള നാട് മാറിടും കാലം, ലഹരി മുക്തമാക്കാൻ തുനിയണം ഭരണകൂടം, മാസ്മര ശക്തിക്കെതിരെ പൊരുതാൻ കാവലാകേണ്ടവർ തന്നെ കാരാഗൃഹമൊരുക്കുന്നു, കച്ചവട താല്പര്യത്തിൽ തുടങ്ങി ആർഭാടത്തിനായി മാറുന്ന ചിത്രം. കുറെ ഉണ്ട് ടീച്ചറെ, കലക്കി. ശരി, അപ്പോ നമുക്കിനി ഈ കാര്യത്തിലേക്ക് കടക്കാം. നമ്മുടെ മത്സരം. യെസ്, അപ്പോൾ നിങ്ങൾക്ക് മത്സരിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഒരു കടമ്പ കടക്കേണ്ടതുണ്ട്. അതിനായിട്ട് നമുക്കിവിടെ ഒരു ചോദ്യമുണ്ട്. 3 കഥകളുണ്ട്. 3 കഥകളിൽ ചോദ്യങ്ങളുണ്ട്. താത്ത കേട്ടോ. നഷ്ടപ്പെട്ടു പോയ കിരീടം വീണ്ടെടുക്കാൻ തമിഴ്നാട് പോലീസ് 2 CIDകളെ അമേരിക്കയിലേക്ക് പറഞ്ഞയക്കുന്നു. CID ദാസന്റെ കാല് പിടിച്ച് കൂടെ പോയ CID വിജയൻ അമേരിക്ക എത്തിയപ്പോൾ കാലുമാറി കറങ്ങി നടക്കാൻ തുടങ്ങി. അപ്പോഴാണ് അറിയുന്നത് പോൾ ബാർബർ കിരീടവുമായി എയർപോർട്ടിൽ ഉണ്ടെന്ന്. അവിടെ എത്തിയപ്പോൾ കണ്ടത് പോൾ ബാർബറിനെ അല്ല, മറ്റൊരു ബാർബറിനെ ആയിരുന്നു. ദുരിതം പേറി നടക്കുന്ന വ്യത്യസ്തനായ ഒരു ബാർബർ. ആ നാട്ടിലേക്ക് പക്ഷികൾ പറക്കട്ടെ എന്ന സിനിമയുടെ ഷൂട്ടിങ്ങിനായി സൂപ്പർ സ്റ്റാർ അശോക് കുമാർ എത്തുന്നു. അയാൾ അച്ഛനില്ലാത്തപ്പോൾ മുടിവെട്ടിക്കൊടുത്തതും കടുക്കൻ വിറ്റ് കാശ് കൊടുത്ത കാര്യവും മൈക്കിലൂടെ വിളിച്ചു പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വന്ന അയാൾ 4 പോത്തിനെയും കൊണ്ട് വ്യാപാരം തുടങ്ങിയവനാണ്. ഞാനിപ്പോൾ എനിക്ക് 4000 പോത്തിൻ്റെ വ്യാപാരമുണ്ട്. ആ എൻ്റെ അടുത്ത് മുട കാണിക്കാൻ വരരുത്, വന്നാൽ തള്ളേ പിരിച്ചു കളയും എന്ന് പറയുന്നു. പാതിരാത്രി ഒരു മണിയേറെ മുട്ടിയ കാഴ്ച അയാൾ അപ്പോൾ പറഞ്ഞു. ഇതോടുകൂടെ കഥ തീർന്നു. ഇനി നിങ്ങൾ പറ, ഈ 3 സിനിമ ഏതാ? വെള്ളിമൂങ്ങ എവിടെ നിന്ന് കിട്ടി? പറന്നു വന്നിരുന്നാണോ? ഒരു മൂങ്ങയെ കിട്ടി, അതൊക്കെ പറഞ്ഞു. ഒരു സെക്കൻഡ് കഴിയുമ്പോഴത്തേക്കും 3 ചോദ്യങ്ങൾക്കും ഉത്തരം നൽകിയിരിക്കുന്നത് നമ്മുടെ മീനുപ്രിയയാണ്. സോ മീനുപ്രിയ ഫസ്റ്റ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഹായ് മോജോ. ഹായ് മോജോ. മോജോ, നിങ്ങൾ ആരെ നോക്കണേ? മോജോനാണോ? ഫ്രഞ്ചില് നമസ്കാരം പറഞ്ഞതാ.
ആലുവയിൽ നിന്ന് വരുന്ന എറണാകുളത്ത് പ്രാക്ടീസ് ചെയ്യുന്ന അഡ്വക്കേറ്റ് മീനുപ്രിയ. കല്യാണം കഴിഞ്ഞു. ആരും നോക്കണ്ട, എന്റെ അല്ല, എന്റെ കസിന്റെ. ഒരു കല്യാണ വീട്ടില് കല്യാണം നടന്നാലും ഇല്ലെങ്കിലും കത്തിവെപ്പും കുത്തിത്തിരിപ്പും നടന്നിരിക്കും. അപ്പൊ ഞാൻ എൻ്റെ ഒരു കസിന്റെ കല്യാണം ഇങ്ങനെ കൂടി ഇരിക്കുമ്പോൾ വേറൊരു കസിൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, നീ കൊറിയൻ സീരീസ് ഒക്കെ കാണാറുണ്ടോ? എന്ത് അടിപൊളിയാണെന്ന് അറിയോ? ശരിയാണ്, കൊറോണ കുറഞ്ഞപ്പോ കൊറിയൻ പ്രേമം കൂടിയായിരുന്നു. അപ്പോ ആള് പറഞ്ഞു, ഞാൻ ഒരു ഒറ്റ രാത്രി കൊണ്ട് 8 എപ്പിസോഡുള്ള 9 സീസൺ കണ്ടു തീർത്തുന്ന്. ഞാൻ ചോദിച്ചു, നീ മെഗാ സീരിയൽ കണ്ടിട്ടുണ്ടോ? ഞാൻ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോ തൊട്ട് ഡിഗ്രി വരെ കണ്ടിട്ടുണ്ട്. അത്രയ്ക്കൊന്നുമല്ലല്ലോ. അവളങ്ങനെ കൊറിയൻ ഭാഷയും പഠിച്ചോന്ന്. ഞാൻ പറഞ്ഞു, എനിക്ക് ഇന്ത്യൻ വല്ല ഭാഷകൾ അറിയാമോ? ഞാനൊക്കെ എത്ര സിനിമ കണ്ട് എത്ര ഭാഷ പഠിച്ചെന്നറിയോ? ഹിന്ദി, തമിഴ്, തെലുങ്ക്, കന്നഡ വരെ എനിക്കറിയാം. കന്നഡ ഗൊത്താക്കണോ? അതല്ലേ ഇപ്പൊ കന്നഡ ഫിറ്റ് ചെയ്ത് നടക്കുന്നതെന്ന്. എന്താ കന്നഡ സ്റ്റൈലല്ലേ? ഓ ഗോഡ്. കാല് വളഞ്ഞു, 1000 രൂപ ടീം. പെട്ടെന്ന് അവളുടെ അനിയൻ അങ്ങോട്ട് കയറുമെന്ന്. കൂടെ ഒരു വളർത്തുനായമുണ്ട്. അപ്പൊ ഈ ചെറുക്ക കൊച്ചു പയ്യനാ, 3ാം കണ്ട പഠിക്കണേ. ഈ വളർത്തുനായോട് പറഞ്ഞു കൊടുക്ക, ഇല കടിച്ച ചിക്കൻ 65 നിക്കുന്നേന്ന്. അപ്പൊ നമ്മളോട് ആന്റിയോട് ഇങ്ങനെ ഒന്നും പറയില്ല. ആന്റിയോട് സോറി പറയേ. ആന്റി 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 ആന്റി. ആ പട്ടി കടിച്ചാ മതിയായിരുന്നു. ആ കൊച്ചു മനസ്സിന് എന്നോട് എന്താ ഇത്ര വൈരാഗ്യം എന്ന് ആലോചിച്ചെടുത്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, അവനെ മലയാളം പഠിപ്പിക്കുന്ന മലയാളം ടീച്ചർ ഞാനായിരുന്നു. ഈ ചെറുക്കനൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് വായന വരുന്നത് ഇംഗ്ലീഷാണ്. ഇംഗ്ലീഷ് സിനിമ സീരീസും കണ്ടുകൊണ്ട് ഇതുങ്ങൾക്ക് നന്നായി ഇംഗ്ലീഷ് അറിയാം. ജീവിതകാലം മുഴുവൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ടും വലിയ ഗുണമൊന്നുമില്ല. അപ്പോ ഈ ചെക്കനെ മലയാളം പഠിപ്പിച്ചാൽ ഞാനെന്ന് പറഞ്ഞല്ലോ. ഇതുങ്ങളൊക്കെ ജനിക്കുമ്പോൾ തൊട്ട് ഇംഗ്ലീഷ് കാണുന്നു. ഞാനൊക്കെ അവന്റെ പ്രായത്തിൽ ഈ കാർട്ടൂണുകളാണ് കണ്ടുകൊണ്ടിരുന്നത്. ഈ മിക്കി മൗസ്, ടോം ആൻഡ് ജെറി, മിസ്റ്റർ ബീൻ അല്ലേ. ഇതുങ്ങൾക്കൊന്നും കാർട്ടൂൺ എന്താന്ന് പോലും അറിയാൻ പാടില്ല. പക്ഷെ എനിക്കിപ്പോഴും കാർട്ടൂണുകളെ പറ്റി നല്ല ഗ്രാഹ്യമാണ്. ഞാനിപ്പോഴും അതൊക്കെ തന്നെയാണ് കാണുന്നത്. പെട്ടെന്ന് ആ കല്യാണ വീട്ടിൽ വലിയൊരു സഭ കൂടും. സകല അമ്മായിമാരും കൂടിയുണ്ട്. എൻ്റെ അമ്മയും കൂടെ നിൽപ്പുണ്ട്. എന്തിനാണെന്ന് നിങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പൊ ഉള്ളതിൽ കെണിച്ചിയായ മൂത്ത അമ്മായി അവിടെ ആബ്സെന്റ് ആണ്. അപ്പൊ ഉള്ളതിൽ സീനിയർ അങ്ങോട്ട് തുടങ്ങി. വേറെ അമ്മായിനോട് ഇങ്ങനെ പറയാണ്, നിന്റെ മോളിപ്പോ എന്ത് പറയുന്നു, എന്താണ് വിശേഷങ്ങളൊക്കെ? അങ്ങനെ കുത്തി ചോദിക്കാൻ ഒരു കാര്യമുണ്ട്. ഒരു ഫ്ലാഷ് ബാക്ക് ഉണ്ട്. ലോകമുണ്ടായ കാലത്തോട്ടുള്ളതാണ് ഈ കമ്പാരിസൺ അഥവാ താരതമ്യം ചെയ്യൽ. അപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും, ഇപ്പുറത്തെ വീട്ടിൽ ഉണ്ണിയെ കണ്ടുപിടിക്കും. ദേ ഇരിക്കുന്നു നല്ലവനായ വേറൊരു ഉണ്ണി. അപ്പോ അങ്ങനെ കമ്പാരിസൺ ഉണ്ട്. അപ്പൊ ഈ എൻ്റെ ഈ അമ്മായിയും ആ നല്ലവളായ ഉണ്ണിയും താമസിച്ചിരുന്നത് എൻ്റെ വീടിൻ്റെ അടുത്താണ്. എൻ്റെ അമ്മ നേരെ വെളുക്കുമ്പോൾ തുടങ്ങും ആ കൊച്ച് അതിനെ കണ്ടുപിടിക്കും. ആ കൊച്ച് വെളുപ്പിന് എണീക്കും. ഞാൻ നോക്കുമ്പോഴൊക്കെ അതിൻ്റെ റൂമിൽ വെളിച്ചവും കാണും. എന്തിനാന്നറിയോ? പഠിക്കാനായിട്ട്. ഞാൻ പറഞ്ഞു, എനിക്കറിയാൻ പാടില്ല. ചിലപ്പോൾ അവള് ബാത്റൂമിൽ പോകാൻ വേണ്ടിയിട്ടായിരിക്കും, കണ്ണ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും ലൈറ്റ് ഇട്ടത്. പിന്നീട് ഒരു വെളുപ്പാൻ കാലത്ത് ഞാൻ കേൾക്കുന്നത്, നല്ല വെളുത്ത് വരുന്ന സമയത്ത് വെളുപ്പിന് പേപ്പർ ഇടാൻ വരുന്ന പേപ്പറുകാരൻ്റെ കൂടെ, യുവ കോമളനായ പേപ്പറുകാരൻ്റെ കൂടെ അവള് ഒളിച്ചോടിപ്പോയി. അങ്ങനെ വെളുത്ത് തുടങ്ങിയ ആ ദിവസം കരിദിനമായി ആചരിച്ചു. അവരുടെ വീട്ടുകാരും അങ്ങനെ ഒരു നല്ല പാഠവും പഠിച്ചു. എനിക്ക് നട്ടുച്ച വരെ കിടന്നുറങ്ങാനുള്ള ലൈസൻസും കിട്ടി. അപ്പോൾ ഇതൊക്കെ പറഞ്ഞപ്പോ അമ്മായിക്ക് ദേഷ്യം വന്നു. സ്വന്തം മോളെ പറ്റി അങ്ങനെ പറഞ്ഞപ്പോ അവളങ്ങനെ പോയെങ്കിൽ ഇപ്പൊ നല്ല അന്തസ്സായിട്ട് ജീവിക്കുകയാണ്. അവൾക്ക് ഇപ്പൊ ഒരു കുട്ടിയൊക്കെ ആയി അടിപൊളിയായിട്ട് ഇത് കേട്ടത് എൻ്റെ അമ്മ എന്നെ സൈഡിലേക്ക് വിളിച്ചുകൊണ്ടിട്ട് പറയാം, കേട്ടാ ആ കൊച്ചങ്ങനെ പോയാൽ എന്താ അന്തസ്സായി, ഇപ്പൊ എന്താ അന്തസ്സായിട്ട് ജീവിക്കുന്നത്, നീയൊക്കെ ഇങ്ങനെ പുഴകി നടന്നോന്ന്. ഞാനും ഇനി വെളുപ്പിന് എണീക്കണം, എനിക്ക് വിരോധമൊന്നുമില്ല കേട്ടോ. അപ്പോ അങ്ങനെ അത് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു അമ്മായി അങ്ങനെ പറഞ്ഞു തുടങ്ങി, ആ ലതയുടെ മക്കളെ ആരെങ്കിലും കണ്ടായിരുന്നു? ആ മൂത്ത കൊച്ച് ഇട്ടുകൊണ്ട് വന്നേടെ വേഷം, കൈയില്ലാത്തൊരു ബ്ലൗസും എങ്ങുങ്ങത്താത്തൊരു പാവാടയും, അതിന്റെ അനീതിയോ കീറിപ്പറഞ്ഞൊരു ജീൻസും മീൻ വല പോലത്തെ ഒരു പോതപ്പും ചുറ്റി വന്നേക്കണ കൊച്ച്. പെട്ടെന്ന് ആ ലത അങ്ങോട്ട് കയറി വന്നിട്ടോ, അല്ല നിന്റെ മക്കളല്ലേ ലത, നല്ല സിനിമാ നടിമാരെ പോലെ ഇരിക്കുന്നെന്ന്. ഈ പറയണ ആള് ഇട്ടോണ്ട് വന്നേടെ വേഷം കേട്ടാൽ നിങ്ങൾ ഞെട്ടും. ലോകത്തിൽ തന്നെ സെസ്ക് ആയിട്ടുള്ള ഡ്രസ്സ് ഏതാണെന്നറിയാമോ? എനിക്ക് അത് തന്നെ സാരി. വൃത്തിയായിട്ട് കൊടുത്ത ഇത്രയും നല്ല ഡീസൽ ഡ്രസ്സ് ഇല്ല, പക്ഷെ അല്ലെങ്കിൽ ഏറ്റവും സെസ്കി ഡ്രസ്സാണ് സാരി. അപ്പൊ പുള്ളിക്കാരി എടുത്തിട്ട് വന്നേടെ സാരിയാണെങ്കിൽ കണ്ണാടിനേക്കാളും നിഴലടിക്കുന്ന സാരി, ഓരോ നടും വയറും ഒരു തുള്ളി പോലും ഇടാതെ കാണിച്ചിട്ടുമുണ്ട്. അറിയാതെ മുടി എങ്ങനെ ഒരെണ്ണം ബാക്കി പോയി കഴിഞ്ഞാൽ ഫ്രണ്ടിലേക്ക് എടുത്തിടാനും ഈ മൂടിപ്പോയ വയർ തുറന്നു വെക്കാനും മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഒരു മറവിയുടെ ഗുളിക വരെ കഴിക്കേണ്ടെന്നാണ് ഞാൻ കേട്ടത്. കാരണം കാണികൾ നിരാശരാകരുതല്ലോ. പിന്നെ ഇനി നെക്സ്റ്റ് എന്റെ സ്റ്റൈലും എന്റെ കാര്യമായിരിക്കും വരാൻ പോകണമെന്ന് എനിക്ക് അറിയാവുന്നുണ്ട്.
ദൈവമേ നോർത്ത് ഞാൻ ഓടി അങ്ങ് പോകുമ്പോ ദാണ്ട് വരുന്നു വേറൊരു അമ്മായി. അല്ല മോളെ, ഇപ്പൊ എന്താണ് വിശേഷം? ജോലിയൊക്കെ ആയാ? ഞാനിപ്പോ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു. നീ കഴിഞ്ഞ പ്രാവശ്യം തന്നെയുള്ള പറഞ്ഞേ, നീ കുറെ നാളായാലും അഡ്വക്കേറ്റ് ആവാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇതുവരെ ആയില്ലേന്ന്. I was searching for some kaya to which I will at that moment. പുള്ളിക്കാരി പറഞ്ഞു നല്ല ID കാർഡ് കിട്ടുന്ന ജോലിക്കും പോകുന്നു. അതായത് ഗവൺമെന്റ് ജോലി. അല്ല, അത് കിട്ടാത്തവർക്ക് ഇപ്പൊ അമ്മായിയുടെ മോനെ പോലെ നാട് വിട്ടോണ്ടിരിക്കുകയാണല്ലോ. എന്റെ ദൈവമേ, ഇനി ആരെയും കാണല്ലേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് തിരിയുമ്പോ ദോണ്ട വരുന്നു ക്യാപ്റ്റൻ കെണിച്ചി അമ്മായി. നോക്കല്ലേ എന്ന് വിചാരിച്ചു, പക്ഷെ കാണേണ്ടി വന്നു. ഞാൻ എന്റെ കൈ നടുവും പുറത്ത് വെച്ച് വേഗം അങ്ങ് ഓടിക്കളഞ്ഞു. അവിടെ ഉണ്ട് ഒരു ഫ്ലാഷ് ബാക്ക്. ഈ പുള്ളിക്കാരത്തി ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീട്ടിൽ കയറി വരും. എന്തെങ്കിലും നാശം ഒപ്പിച്ചിട്ടേ പോകുള്ളൂ. എൻ്റെ അമ്മയുടെ പച്ചക്കറിത്തോട്ടത്തിൽ ഇടിച്ച് കയറ സകല വിളകളും ഒരെല്ലാ പോലും ഇല്ലാണ്ട് അടിച്ചു മാറ്റിക്കൊണ്ടു. എന്തൊരു നാണക്കേടാ നോക്കണേ. നാളെ ഒരു ദിവസം കൃഷി വകുപ്പിൽ നിന്ന് ആൾക്കാർ വരുമ്പോ, അല്ല, ഈ കറിവേപ്പിലേക്കും ചെടിച്ചട്ടിയിൽ നട്ട 2 മുളകിനും കർഷകശ്രീ അവാർഡൊന്നും കിട്ടില്ല. പക്ഷേ അതുപോലെ തന്നെ വീടിനകത്ത് കയറാൻ എന്തെങ്കിലും നാശോപ്പിക്കുക. എനിക്കാണെങ്കിൽ ഈ കലകളിലൊക്കെ ഭയങ്കര കമ്പുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, ഇതൊക്കെ ഞാൻ പഠിച്ചിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോൾ രചന ചേച്ചിയുടെ കണ്ണുകളിലെ തീകഷ്ണം എനിക്ക് കാണാം. അപ്പോൾ ഇതൊക്കെ പഠിച്ചപ്പോൾ കുച്ചിപ്പുടിയിലൊരു ഐറ്റമാണ് തരംഗം എന്ന് പറയും. അപ്പൊ എന്നൊരു തട്ടുണ്ടാവും, ഒരു കുടം ഉണ്ടാവും. നിങ്ങൾക്ക് മനസ്സിലായില്ല, നെറ്റൊക്കെ വിളിച്ച് നോക്കണം എല്ലാവരും. നമ്മുടെ ക്ലാസ്മേറ്റ്സ് സിനിമ നിങ്ങൾ എല്ലാവരും കണ്ടിട്ടില്ലേ? അതിനകത്ത് കാവ്യമാധവൻ സ്റ്റേജിൽ കയറുമ്പോൾ നമ്മുടെ പൃഥ്വിരാജ് ഡപ്പാങ്കുത്ത് പാട്ടിട്ട് നശിപ്പിക്കില്ലേ, ആ ഐറ്റം. അപ്പോൾ ഇതിന്റെ ഈ കുടം തട്ടും ഞാനൊന്ന് പോളിഷ് ചെയ്യാൻ ഹോളിൽ വെച്ചത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. അമ്മായിനെ കാണാനില്ല, ഈ സാധനങ്ങൾ കാണാനില്ല. ഞാനിത് എവിടെ പോയിടാന്ന് വെച്ചിട്ട് അപ്പി അന്വേഷിച്ച് പോകുമ്പോൾ ഇത് അടുക്കളയിലിരിക്കുന്നു. തട്ടത്തില് സവാള അരിഞ്ഞു വെച്ചിരിക്കുന്നു, കുടത്തില് സാമ്പാർ ഒഴിച്ചു വെച്ചിരിക്കുന്നു. അത് നിങ്ങൾ നെഞ്ചത്ത് കൈ വെച്ചിരിക്കുന്നു. ഞാൻ പണിയെടുത്തിട്ടൊക്കെ കാശ പോയത്. ഇവരിതല്ല, ഇതിലപ്പുറം ചെയ്യും. സ്വന്തം പേരക്കുട്ടിക്ക് സ്കൂളില് ചാച്ചാ നെഹ്റു ആയിട്ട് വേഷം കെട്ടി പോയപ്പോ ചെമ്പനീർ പൂ കിട്ടാന്നിട്ട് ചെമ്പരത്തി പൂ കൊടുത്ത് വിട്ട ഐറ്റമാണ് ഇവര്. ഇതിലപ്പുറം ചെയ്യും. എനിക്ക് ദേഷ്യം വന്നിട്ട് പിന്നെ ഇവരെ ചീത്ത പറഞ്ഞു. എന്നോടൊരക്ഷരം മിണ്ടിയില്ല. നേരെ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പോയിട്ട് പറഞ്ഞു, ദാ നിന്റെ മോളെന്നാലും എന്നെ അങ്ങനെ പറഞ്ഞല്ലോട് എനിക്ക് ഭയങ്കര വിഷമം. നോക്കിക്കോ, ഇനി അവള് കുച്ചിപ്പിടി കളിക്കുമ്പോ കോച്ചി പിടിച്ചിരിക്കുന്നു. ആ പണ്ടാരത്തിന് കരിഞ്ഞാക്കാണെന്ന് എനിക്കറിയാൻ പാടുണ്ടായില്ല. അന്നൊരിക്കൽ വീട് ഒടിഞ്ഞ എൻ്റെ നടു ഇതുവരെ ശരിയായിട്ടില്ല. കല്യാണം കാര്യങ്ങളെല്ലാം അടിപൊളിയായി. ഈ വേദന മാത്രം മാറിയിട്ടില്ല. എൻ്റെ താത്ത ചേച്ചി വല്ല വൈദ്യന്മാരുടെ നമ്പർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരാണെങ്കിൽ ഉപകാരം. 5 മിനിറ്റ് നേരെ നിൽക്കാൻ പറ്റില്ല. വൈദ്യസഹായം അത്യാവശ്യമുള്ളതുകൊണ്ട് തൽക്കാലം നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. പെർഫോമൻസ് ഗംഭീരമായി. പുതിയൊരു പ്രസന്റേഷൻ സ്റ്റൈലൊക്കെ പിടിച്ചതായിട്ട് തോന്നി. ശരിയാണോ? പക്ഷെ നന്നായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു, കണ്ടിരിക്കാനും ഒക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ ഒരുപാട് രസമുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു. ചേച്ചി, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പ്രാവശ്യം വരുമ്പോ പറയാൻ പറ്റിയില്ല. ഞാനൊരു സിനിമ ചെയ്തായിരുന്നു. 23 റിലീസായിരുന്നു. സായന വാർത്തകൾ എന്നാണ് സിനിമയുടെ പേര്. അപ്പൊ അതിലെല്ലാവരും കണ്ടിട്ട് നല്ല അഭിപ്രായമൊക്കെ പറഞ്ഞു. അത് പിന്നെ അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഒരു ചാക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ചാനലുണ്ട്, ഇൻസ്റ്റാഗ്രാം ആൻഡ് യൂട്യൂബ് ചാനൽ. അപ്പൊ അതിനകത്ത് ഷോർട്ട് ഫിലിംസ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള കുറെ കണ്ടന്റുകളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെയാണ്. മീനു, ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാറ്റുലേഷൻസ് ഓൺ യുവർ മൂവി. മൂവിയിൽ മുമ്പ് അഭിനയിക്കുമായിരുന്നോ അതോ ഫസ്റ്റ് മൂവിയാണോ? ഞാൻ 18 കോളേജിൽ പഠിക്കുമ്പോൾ ചെയ്താണ്. വൈകിയാണ് റിലീസായത്. ഞങ്ങൾക്ക് എങ്ങനെ കാണാൻ പറ്റും? അത് OTT വരുമ്പോ. യെസ്, ഓക്കെ. പെർഫോമൻസ് വെരി ഇൻട്രസ്റ്റിംഗ് പെർഫോമൻസ്. ഡയന പറഞ്ഞ പോലെ ഞാൻ ആലോചിക്കായിരുന്നു, മീനു ഇങ്ങനെയല്ലല്ലോ സംസാരിക്കാറ്, മീനുവിന് ഇതല്ലല്ലോ ശൈലി എന്നുള്ളത്. അപ്പൊ ഇതിങ്ങനെ മാറ്റണം എന്ന് ആരെങ്കിലും പറഞ്ഞോ മീനുവിന്റെ അടുത്ത്? റൂമേഴ്സ് നല്ല രീതിയിൽ സഹായിച്ചു. യെസ്, വളരെ സോളിഡ് ആയിട്ടുള്ള ഒരു മാറ്റം, വളരെ നല്ലൊരു മാറ്റമായിട്ട് തന്നെയാണ് അത് പുറത്തേക്ക് വന്നിരിക്കണേ. അതിനും അടിപൊളി കൺഗ്രാറ്റുലേഷൻസ്. പിന്നെ മീനു പറയാൻ ഉദ്ദേശിച്ചത് കല്യാണാണ്, വീട്ടിലുണ്ടാവുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പം എനിക്ക് തോന്നിയ ഒരേ ഒരു കാര്യം, മീനു അതിൽ ഒരു വിഷയം എടുത്തിട്ട് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാതെ അതിന്റെ പല സ്ഥലത്തേക്ക് ഇങ്ങനെ കറങ്ങി 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 പോയോ എന്നുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ക്ലീഷ ഒഴിവാക്കാന്ന് വിചാരിച്ചിട്ട് പറഞ്ഞതാണ്. അപ്പോ ഇനി ഒരുപാട് കൊറിയൻ സീരീസുകൾ കാണും, നല്ല നല്ല ഐഡിയാസ് വരട്ടെ, റൊമാൻസ് വളരട്ടെ, ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനകൾ. പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നുണ്ടോ? ഓക്കെ, ഡൺ. ഇഷ്ടമല്ലാത്ത താല്പര്യമില്ല. താല്പര്യമില്ല. എന്താ താല്പര്യമില്ലാത്ത? പോയപ്പോ വെറുതെ സിംഗിൾ ആയിട്ട്. ശരി, ഓക്കെ.
നമ്മളൊരു 10-25 വയസ്സൊക്കെ കഴിഞ്ഞാൽ പിന്നെ സിംഗിൾ അല്ല കേട്ടോ, അൺമാരീഡ് എന്ന് തന്നെ പറയുള്ളൂ. സ്പിൻസ്റ്റർ. സ്പിൻസ്റ്റർ. അതെന്താ സാധനം? അല്ല, unmarried. ബാച്ചിലറിന്റെ ഇംഗ്ലീഷ് വേർഡ് ആണ് സ്പിൻസ്റ്റർ. ബാച്ചിലർ ഇംഗ്ലീഷ് വേർഡ് അല്ലേ? അല്ല, പിന്നെ ഓപ്പോസിറ്റ് വേർഡ് ആണ്. ഓപ്പോസിറ്റ് വേർഡ് ആണ്. സ്ത്രീലിംഗം. അതല്ല ഞാൻ ഉദ്ദേശിച്ചത്. സിംഗിൾ എന്ന് പറയുന്നതിൽ നിന്നും അൺമാരീഡ് എന്ന് പറയുന്ന സ്റ്റാറ്റസിലോട്ടുള്ള യാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. 60 വയസ്സുള്ള ഒരാളെ സിംഗിൾ എന്ന് പറയില്ലെന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ പറയാറില്ല. നിങ്ങൾ വേണേ പറഞ്ഞോ, അതിനെനിക്ക് എതിരില്ല. ഞാൻ എന്റെ ഇംഗ്ലീഷ് വ്യാകരണത്തിൽ ഞാൻ അങ്ങനെ പറയാറില്ല എന്ന് പറഞ്ഞുള്ളൂ. മിനുപ്രിയ നന്നായിരുന്നു കേട്ടോ, മിനുപ്രിയയുടെ പ്രകടനമൊക്കെ. ഈ ഞങ്ങൾ പണ്ട് ഈ റെക്കോർഡ് ചെയ്തിട്ട് വായനക്കുന്ന സ്കിറ്റുകൾ വരുമ്പം അതിനകത്ത് ഇങ്ങനെ കുറെ തമാശകളൊക്കെ ഉണ്ടാവില്ല. അത് കഴിയുമ്പോൾ ഈ തമാശയിൽ നമ്മൾ മ്യൂസിക് ഇടും, പടപടപട ഇങ്ങനെയൊക്കെയുള്ള മ്യൂസിക്കുകൾ ഇടും. അതിടുമ്പോൾ ഉള്ള ഒരു വലിയ ചലഞ്ച് എന്താ വെച്ചാൽ ഈ വിറ്റിന് അർഹമായ ടൊയ് ഇടണം. വലിയ ടൊയ്, ഇത്രയുള്ള മ്യൂസിക് ഒക്കെ ഉണ്ട്. പക്ഷെ അത് ആ വിറ്റ് ചെറിയ വിറ്റാണെങ്കിൽ അത്രയും വേണ്ട. നമുക്ക് തന്നെ അറിയാലോ ഈ വിറ്റ് ഇത്രയും ചിരിക്കും, ഈ വിറ്റിന് പൊട്ടിച്ചിരി ഉണ്ടാവും, ഈ വിറ്റിന് കയ്യടികൾ ഉണ്ടാവും, ഈ വിറ്റ് ചിരിച്ചു തള്ളും. അപ്പൊ അങ്ങനെ അതിന്റെ ഒരു അളവിന് വേണം ആ ടൊയ് ഇടാൻ. ഈ ടൊയ്യും വിറ്റും തമ്മിൽ മാച്ച് അല്ലെങ്കിൽ ഭയങ്കര പോകും. എനിക്ക് അന്ന് പറഞ്ഞ പോലെ പുതിയ ശൈലിയിൽ ഈ നമ്മൾ എക്സ്പ്രഷൻ ഇടുകയും അഭിനയിക്കുകയും ചെയ്യുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ ഇരുന്നു. പറഞ്ഞ വിറ്റുകളുടെ അളവിനനുസരിച്ചുള്ള ഒരു ബലം കൊടുക്കലും എക്സ്പ്രഷനും അല്ല ഇട്ടത്. നമ്മൾ എക്സ്പ്രഷൻ ഇടുന്ന സ്ഥലങ്ങളെല്ലാം ഒരുപോലെ എന്നിട്ട് ഈ ഗാനങ്ങൾ കാണിച്ചിട്ട് ഒരുപോലെ ഇരുന്നു. അതിന്റെ അളവ് വ്യത്യാസം ഉള്ളതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഇപ്പൊ ഈ കുച്ചിപ്പുട്ടിയുടെ പ്ലേറ്റ് പറഞ്ഞതുപോലെ ഒരു ഹിന്ദി നടൻ ഇവിടെ വന്നൊരു പടത്തിൽ അഭിനയിച്ചു, വില്ലനായിട്ട് അഭിനയിച്ചു. ഞാൻ പേര് പറയുന്നുണ്ട് സമീപത്ത്. അപ്പോൾ ആ നടൻ ആ പടത്തിന്റെ 50-ാം ദിവസം ആഘോഷത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഒരു ഫോട്ടോഗ്രാഫർ, അയാൾക്ക് ഗിഫ്റ്റ് ഷോപ്പും ഉണ്ട് ഫോട്ടോഗ്രാഫിയും ഉണ്ട്. അപ്പോൾ അയാൾ ഈ പുള്ളിയുടെ കൂട്ടത്തിരുന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലും അവസരം നോക്കി ഇങ്ങനെ നിൽക്കുക. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെ ഇയാൾക്ക് ഗിഫ്റ്റ് ഷോപ്പ് ഉള്ളതുകൊണ്ട് പ്രിന്റിംഗ് ഒക്കെ ഉള്ള സ്ഥലമാണ്. പുള്ളി അവിടുന്ന് നല്ലൊരു സെറാമിക് പ്ലേറ്റിൽ ഈ ഹിന്ദി നടൻ്റെ തന്നെ മുഖം നന്നായിട്ട് പ്രിന്റ് ചെയ്ത്, അങ്ങനെ പ്ലേറ്റിലും ഗ്ലാസ്സിലൊക്കെ പ്രിന്റ് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇവൻ വന്നിട്ട് എന്നോട് എങ്ങനെയെങ്കിലും ഒന്ന് കൊടുക്കണം, പുള്ളിക്കൊന്ന് കൊടുക്കണം, അതൊന്ന് കൊടുത്തിട്ടൊരു ഫോട്ടോയും എടുക്കണം, അത് കൊടുക്കുന്നൊരു ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ നിന്ന് അപ്പോൾ സ്റ്റേജിലാണ് ഹിന്ദി നടൻ ഫ്രണ്ടിലിരിക്കും, ഫ്രണ്ടിൽ കൂടെ നടന്ന് സ്റ്റേജിൽ കയറി ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ആ മീറ്റിംഗ് അങ്ങ് കഴിയലും ഈ ആങ്കർ മൈക്ക് എടുക്കലും ഇവൻ ഈ പ്ലേറ്റ് കൊണ്ട് കൊടുത്തൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇങ്ങനെ കൊടുക്കലും ആ ആങ്കർ അവിടുന്ന് ബൊഫെ കൗണ്ടറിൽ ഓപ്പൺ എന്ന് പറഞ്ഞത് ഇയാൾ ഈ പ്ലേറ്റ് കൊണ്ടുപോയിട്ട് അതിൽ വിളമ്പി തിന്ന് മൊത്തം ചോറ്. ടൈമിംഗ് ആയിരുന്നു, ഇയാൾ ശ്രദ്ധിക്കുന്നില്ല. പ്ലേറ്റ് കിട്ടിയാലും നേരെ അപ്പൊ തന്നെ ബൊഫെ നേരെ അയാളത്ത് പ്ലേറ്റ് കൊണ്ട് കൊടുത്താന്ന് പറഞ്ഞത് അത് കൊണ്ടുപോയിട്ട് വിളമ്പി തിന്ന് അവിടെ കുറെ വേസ്റ്റുകളിൽ കൊടുത്തി അത് വെച്ചിട്ട് പുള്ളി പൊക്കളഞ്ഞ്. അല്ല ഈ വന്നപ്പോ തന്നെ എന്നാണ്ട് വാക്ക് പറഞ്ഞല്ല മോജോ. ആ അല്ല പിഷാരുടെ ഈ പരിപാടിയുടെ പേര് മാറ്റിയാ എന്തു പറ്റി? വൺസ് അപ്പോൺ എ ടൈമാണ് അത് ഫ്രഞ്ച് അപ്പോൺ എ ടൈമാണ്? എനിക്കറിയില്ല, ഫ്രഞ്ച് ഇവര് പറയുന്നത്, മോജോ ആണ് ഇപ്പൊ പറയുന്നത്. എനിക്ക് പെട്ടെന്ന് അവിടെ നിൽക്കണ ആരി തോന്നിപ്പോയി, അതാണ്. എന്നാലും നല്ല രസമുണ്ടായിരുന്നു പറഞ്ഞത്. എൻ്റെ ഇടയ്ക്കുള്ള എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, കുറെ ജഗദീഷൊക്കെ വന്നിട്ടുണ്ട് എൻ്റെ ഇടയ്ക്ക്, കുറെ ചുണ്ടുകൊണ്ടുള്ള കുറെ ആക്ഷൻസ് ഒക്കെ കാണിച്ചില്ലേ, അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു.